ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്നത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ മമ്മയുടെ വീട്ടിലേക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സോറി, ഞാൻ മാത്രമല്ല, കസിൻസ് എല്ലാവരും അതുപോലെ തന്നെ ഉമ്മയും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീറ്റു. ബാൽക്കണിയിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ കാണിക്കാന്ന് വിചാരിച്ചു. ഇവിടുന്ന് വ്യൂ എന്ന് പറയണമെങ്കിൽ മൊത്തം പച്ചപ്പും ഹരിതാപം മാത്രമാണ്. അപ്പുറത്ത് മൊത്തം കാടും തുടയൊക്കെയാണ്. എങ്കിലും കുഴപ്പമില്ല, മേൽഭാഗത്ത് നിന്ന് കാണുമ്പോൾ ഒരു വേറെ രസം തന്നെ അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ അധികം നേരം അവിടെ തന്നെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നൊസ്റ്റാൾജിക് ഏരിയ ആണ് ഇതൊക്കെ. പക്ഷെ ഞാൻ പണ്ട് വരുമ്പോൾ പഴയ വീടും തറവാടൊക്കെ ആയിരുന്നു. നമ്മളിവിടെ പുതിയതായിട്ട് വീട് കെട്ടി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നൊസ്റ്റാൾജിക്കായിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ അയവിറക്കിയിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അധികം നേരം നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ് കഴിയാന്നുള്ള പേടി വന്നപ്പോൾ നമ്മൾ നേരെ ഒന്ന് നോക്കില്ല. താഴെ പോയപ്പം ഇന്ന് ഇവിടെ ചമ്മന്തി ഉണ്ട്. ആദ്യം ചമ്മന്തി തുറന്നുകൊണ്ട് ചമ്മന്തി പറഞ്ഞു. ചട്നി ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇഡ്ഡലി ആയിരുന്നു. എനിക്ക് ആ ഒരു കാസറോൾ തുറക്കാൻ പറ്റാതായപ്പോൾ മീനു തുറന്നു തരികയാണ്. അങ്ങനെ ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം താഴ്ന്നിട്ട് ഞങ്ങൾ വീണ്ടും മേലോട്ട് വന്നു. വെറുതെ ഈ ഒരു ബാൽക്കണിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റാണ് അവിടെ ഇരുന്നതിന്, ഭയങ്കര തണവാണ്. ടീംസ് എന്തോ ഡാൻസ് പ്രാക്ടീസോ റീൽസോ എന്തിനൊക്കെയോ വേണ്ടി ഒക്കെ ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. എന്താ ചെയ്യുക, ഇങ്ങനെയാണ്. നമ്മളെല്ലാം പ്ലാൻ ചെയ്യും, അവസാനം കൊണ്ടൊന്നും നടക്കില്ല. ആ ടീംസിൽ പെട്ടതാണ് ഞങ്ങളൊക്കെ. ഇവരൊക്കെ എൻ്റെ മാമാടെ മക്കളാണ്. രണ്ടാമത്തെ മാമാടെയും മൂന്നാമത്തെ മാമാടെയൊക്കെ മക്കളാണ് എല്ലാവരും. ഒരു ഭാഗത്ത് ഡാൻസ് ചെയ്യുന്നു, അടുത്ത ആള് വന്നിട്ടുണ്ട് ദീപക്കേട്ടൻ മാജിക് കാണിച്ചരാന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പറ്റിക്കാനായിട്ട്. അങ്ങനെ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോളൂ. 1 2 കണ്ടാ സുറുമി അവിടെ പോയി. സുറുമിനെ കാണാനില്ല. ചെറുത് ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് അന്തം കാളിച്ച് നിൽക്കാന്ന് പറയില്ലേ, അതുപോലെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നു. കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി ഉച്ചക്കത്തെ ഫുഡാണ്. അടിപൊളി ബിരിയാണി ആയിരുന്നു. മമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. പെരുന്നാളായിട്ട് അടുത്തുള്ള വീടുകൾക്കും അതേപോലെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്ന ഒരു ദിവസമാണ് മമ്മയുടെ വീട്ടില്. അപ്പം ഇവിടെ ബിരിയാണി ആയിട്ടുണ്ട്, ചിക്കൻ കറി ആയിട്ടുണ്ട്, ഒരു വശത്ത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അടുക്കളയ്ക്ക് എത്തി. വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനുണ്ട് കൂട്ടത്തില്. ഞാൻ ഇപ്പൊ ജസ്റ്റ് വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഇളക്കിയെന്ന് മാത്രം. അങ്ങനെ നാരങ്ങ വെള്ളം മീനും ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പ് വേണോ പഞ്ചസാര വേണോ എന്ന് തർക്കത്തില് അവസാനം പഞ്ചസാര ഇട്ടു. എന്താ പരിപാടി? എല്ലാരും ഫോണിൽ നോക്കാണ് ഈ തലമുറയുടെ ബാക്കി ഡയലോഗ് കിട്ടാതായപ്പോ ഞാൻ മിണ്ടാതിരുന്നു. അതിന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരുണ ചേച്ചി എത്തിയിട്ടുണ്ട്. അരുണ ചേച്ചി ആരാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ടാണ്. സൂർമിന്റെ വെറൈറ്റി പാന്റ്, ഒരു ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആയാണ് അല്ലേ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ നേരെയായി എന്ന് പറഞ്ഞതും അരുണ ചേച്ചി ഇതാ ഓടിയെത്തി ടേബിളിൽ വന്നിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒപ്പമല്ല കഴിച്ചത്, ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പിലാണ് കഴിച്ചത്. അതായത് ചെയറുകൾക്ക് പരിധി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ അബിയേട്ടൻ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചിക്കൻ കറി, ബിരിയാണി, സാലഡ് എല്ലാമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ അരുണ ചേച്ചി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒപ്പം കഴിച്ചില്ല എന്നുള്ള പരാതി പറഞ്ഞപ്പോൾ ശരി ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരാം എന്നിട്ട് എല്ലാവർക്കും നടന്ന് വിളമ്പിത്തരികയായിരുന്നു. അങ്ങനെ ബിരിയാണിയുടെ എരിവ് കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പായസം, സേമിയ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആസ്വദിച്ചിരുന്നു. കണ്ട ആസ്വദിച്ചിരുന്ന് കുടിക്കുകയാണ്. കുറച്ച് നേരം ഞങ്ങൾ മേലെ പോയി കളഞ്ഞും പോലീസൊക്കെ കളിച്ചിട്ട് നമ്മൾ പേപ്പർ ക്രിക്കറ്റ് കളിക്കുമല്ലോ, അതൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് നമ്മുടെ അമ്മുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അമ്മു ആരാന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. പശുക്കുട്ടിയാണ്. ആദ്യമൊക്കെ ഇവിടെ ഒരുപാട് പശുക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഇപ്പം എല്ലാത്തിനും കൊടുത്തിട്ട് ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് മമ്മയാണ് പേരിടുന്ന ആള്. അങ്ങനെ ഈ പശുക്കുട്ടിക്ക് മമ്മ അമ്മൂന്ന് പേരിട്ടു. ഹായ് അമ്മു.
അങ്ങനെ വൈകുന്നേരം ആയപ്പം എല്ലാവരും പോവാനിറങ്ങി. അപ്പം ഇതായിരുന്നു ചേച്ചി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഒരു 4 മണി 4:30 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയാണ്. എവിടേക്കാണ് നമ്മളിനി പോണത്? എല്ലാം റെഡി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി നമ്മൾ യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇനി എപ്പോഴാണ് ഒരു തിരിച്ചു വരവെന്നൊന്നും അറിയില്ല. ഇനിയും കുറേ ദിവസമൊക്കെ കഴിയുന്നു വിചാരിക്കണു. ഇനി എല്ലാവരും കൂടിയുള്ളൊരു ഇങ്ങനൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പം ഒരു ദിവസമാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ വണ്ടി കയറിയപ്പോൾ തന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് ക്ഷീണോ എന്തോ അറിയില്ല, അങ്ങോട്ട് ഫ്ലാറ്റായി. ആദ്യമൊക്കെ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കെങ്കിലും പിന്നെ എല്ലാവരും തലങ്ങും വിലങ്ങും കിടന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മമ്മിയും ഉമ്മയും എല്ലാ വേറെ വണ്ടിയിലും, അതുപോലെ തന്നെ ഞങ്ങളെ കുട്ടികൾ ഈ വണ്ടിയിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മമ്മിയും പാപ്പൊക്കെയും അഭിയായിട്ടും നമ്മളെ വിട്ടിട്ട്, അതായത് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് തന്നെ. അങ്ങനെ ഒരു 6:30 ആയിട്ടുണ്ടാവും നമ്മൾ വീടെത്തുമ്പോഴത്തേക്കും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ കമൻ്റ് ആയിട്ടും അറിയിക്കാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.